അപ്പം ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ബാത്റൂം ഫിറ്റിങ്. ബാത്റൂമിൻ്റെ കൺസീൽഡിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയൊരു ഓട് വീടിൻ്റെ ഉള്ളിൽ തന്നെ പാർട്ടേഷൻ ചെയ്തെടുത്താണ്. ഓട് വീടാണ്. ഇവിടെ നമുക്ക് ഇതേപോലെ വാഷ് ബേസ് വെക്കാണ്ട്, ക്ലോസറ്റ് വെക്കാണ്ട്, ഷവർ ടാപ്പുകൾ പിടിപ്പിക്കാണ്ട്, അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ ഇത് ഓടാകൂട്ട് ഇവർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ചെറിയ മട്ടത്തിലുള്ളൊരു സീലിംഗ് ചെയ്തിട്ടുണ്ട് അവർ. നമുക്ക് മെയിനായിട്ടുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ് ബേസ്, ക്ലോസറ്റ്, ടാപ്പുകൾ പിടിപ്പിക്കുക. അതേപോലെ ലൈറ്റിൻ്റെ പോയിന്റ് ഡോറിൻ്റെ ബാക്കിലാണ്. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് നീക്കണം, എന്നാൽ ലൈറ്റ് നേരെ അതിൽ കാണുള്ളൂ. ഇതിപ്പോൾ ഡോറ് തുറന്ന് വെക്കണ സമയത്ത് നേരെ ഓൾട്ടർ വെക്കുകയാണ്. ഓൾട്ടർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുകയും ചെയ്യും, ബൾബ് പോവുകയും ചെയ്യും, നാശാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും സാധനം കുറച്ചങ്ങോട്ട് നീക്കാണ്ട്, പഴയ വീടാകൂട്ടുള്ളൊരിതാണ്, പുതിയ നമ്മൾ ചെയ്യണതൊക്കെ അനുസരിച്ച് ചെയ്യൽ. അപ്പോൾ ആ ലൈറ്റ് നമുക്ക് ആദ്യം ചെയ്യണം, ചാനൽ അടിച്ചിട്ട് ഇങ്ങോട്ട് നീക്കണം, എന്നാലേ നമ്മളെ പണി നമുക്ക് നേരത്തിൽ എടുക്കാനുള്ളൂ. കാരണം നമുക്ക് ഡോറ് തുറന്ന് വെക്കണമെങ്കിൽ ലൈറ്റ് കാണൂല. ഡോർ തുറന്ന് വെച്ചാൽ ലൈറ്റ് കാണൂല. ഇതിന് ഡോറിൻ്റെ നേരെ ബാക്കിലെ ലൈറ്റ് തന്നെ. അപ്പോൾ ആദ്യം നമുക്ക് ലൈറ്റ് പോയിന്റ് മാറ്റാണ്ട്. ഇതാണ് നമ്മളെ ക്ലോസറ്റ് കൊടുത്തിട്ടുള്ളത്. വാൾഡോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. നമ്മളിത് ആദ്യമായിട്ടാണ് ഫിറ്റ് ചെയ്യണത്. വാൾഡോ എന്നുള്ള കമ്പനി ആദ്യമായിട്ട് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫിറ്റിങ്സുകളും കൊടുത്തിട്ടുണ്ട്. അതിനുള്ള തോന്നുന്നില്ല, ചെറിയ ബാത്റൂമായിട്ട് കുറച്ച് ഒരു ബാത്റൂമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സാധനം. സോപ്പ് ഡിഷ് ഉണ്ട്, സ്റ്റീലിൻ്റെ ആണ്, SS. 2 നൈലോൺ ട്യൂബ്, ഒന്ന് ബേസിനും ഒന്ന് ക്ലോസറ്റിനും. അത് ഷവറാമാണ്. അത് ഷവറിൻ്റെ ഹെഡ്, ഹെൽത്ത് ഫോസ്റ്റ്, അതായത് ഹാൻഡ് ഷവർ. പിന്നെ ഉള്ളത് നമുക്ക് ലോങ് ബോഡി ടാപ്പുള്ളത്. പിന്നെ ഒരു 3 ആംഗിൾ വാൾവുണ്ട്, 2 ഉണ്ടോന്ന് അപ്പുറത്തുണ്ട്. ഓക്കെ, പിന്നെ ടവൽ റാഡ്, പിന്നെ ഒരു ബ്രഷ് പേസ്റ്റൊക്കെ വെക്കണേ ഒരു ഇതുണ്ട്. ഓക്കെ, പിന്നെ CP പ്ലാഞ്ച്, ഡൂമ്, പ്ലെയിന്, കൂപ്പർ ടാപ്പ്, ഇതൊക്കെയാണ്. ലൈറ്റിൻ്റെ പോയിന്റ് നമ്മൾ ചാനൽ അടിച്ച് മാറ്റിയിട്ടുണ്ട് ഈ സൈഡിലേക്ക്. ഇപ്പം നമുക്ക് സുഖമായിട്ട് ഇനി ക്ലോസറ്റ് വെക്കലും കാര്യങ്ങളും നടക്കും. മറ്റേത് ലൈറ്റ് മാറിയിട്ട് നമുക്ക് പണി നടക്കില്ല. ഡോറ് തുറന്നേക്കണമെങ്കിൽ പറ്റൂല, ലൈറ്റ് ബാക്കിലാക്കോട്ട്. അപ്പം അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ക്ലോസറ്റ് വെക്കണമെങ്കിൽ പൈപ്പ് കട്ട് ചെയ്യണം, 4-5 പൈപ്പ് കട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഏറ്റവും അടിയിലായിട്ട് പൈപ്പ് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഗ്യാപ്പ് ഇങ്ങനെ നോക്കണം. അപ്പോൾ അതിൻ്റെ ബുഷ് ഇടുമ്പോൾ കറക്റ്റ് ആകുള്ളൂ. അല്ലെങ്കിൽ വെള്ളം പാർന്നു കഴിഞ്ഞാൽ, വെള്ളം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ലീക്കായിട്ട് പോകും. അപ്പോൾ നമ്മൾ ആദ്യം പൈപ്പ് കട്ട് ചെയ്ത് ഒഴിവാക്കണം. മെഷർമെൻറ്റ് നോക്കിയിട്ട് പൈപ്പിൽ 1 സെൻറ്റിയോളം പുറത്തേക്ക് നിർത്തണം, 1-1.5 സെൻറ്റിയോളം പുറത്തേക്ക് നിർത്തണം. അതല്ലാന്നുണ്ടെങ്കിൽ ബുഷ് വെച്ചാൽ ചെറിയ ഇത് ഡിഫറെൻ്റ്. അപ്പോൾ വെള്ളം ഒഴിച്ചാൽ പോകും. അപ്പോൾ ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കാണിക്കുകയാണ്. വെള്ളം കൊണ്ടുവന്നിട്ട് വെള്ളം ഒഴിക്കണം ഇതിൽ. ഓക്കെ, അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ നമ്മൾ ചെറിയ വാൾട്ട് പറ്റി, ബക്കറ്റിൻ്റെ വക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളം കുറച്ചവിടെ പോയിട്ടുണ്ട് ഫ്രണ്ടേജിൽ. അപ്പോൾ അത് തുടച്ച് റെഡിയാക്കിയിട്ട് ആദ്യമൊക്കെ ഒന്നും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ വെള്ളം ഫുൾ ഒഴിച്ച് ഒഴിവാക്കുന്നുണ്ട്. കാരണം വെള്ളം ഒഴിച്ച് നോക്കുന്നുണ്ട്, ലീക്ക് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണതാണ്. ഫിക്സ് ആക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളിത് സ്ക്രൂ ചെയ്യലില്ല, നമ്മൾ വെയിറ്റ് സിമെൻറ്റിൽ വെക്കല, അല്ലെങ്കിൽ സിലിക്കോണിൽ വെക്കലാണ്. ഇവിടെയൊക്കെ വെയിറ്റ് സിമെൻറ്റ് ചെയ്യണേ. ഇപ്പോൾ രണ്ടാമത് തുടച്ചതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിക്കുകയാണ്, ലീക്ക് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി 4 പുറം നമ്മൾ ഫ്ലാഷ് അടിച്ച് നോക്കുന്നുണ്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം വെള്ളം ലീക്ക് ഉണ്ടോയെന്ന്. ഫുള്ള് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഫിക്സ് ആക്കുള്ളൂ. അതല്ല നമ്മൾ ഫിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഇനി ലീക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഒക്കെ വെയിറ്റ് സിമെൻറ്റ് ഇതൊക്കെ കുത്തിക്കളയാൻ നിൽക്കേണ്ടി വരും. അത് നമുക്ക് 2-ാം പണിയാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് ബുഷ് വെച്ചിട്ട് ക്ലോസറ്റ് വെച്ച് നോക്കണം, ലീക്ക് ഉണ്ടോയെന്ന് അറിയണം. അതിന് ശേഷം നമ്മൾ ഇതാക്കാൻ പറ്റുള്ളൂ. പിന്നെ ക്ലോസറ്റിൻ്റെ ബാക്കിലെ ഹോൾ ഉണ്ടല്ലോ, ആ സ്ക്രൂ ചെയ്യുന്ന ഹോള്, ആ സ്ക്രൂ നമ്മളിത് സ്ക്രൂ ചെയ്യാത്ത കാരണം പിന്നെ അതിൻ്റെ ഹോൾ അവിടെ ഫ്രീ ആയിട്ട് കിടക്കണം. അപ്പോൾ നമ്മൾ ആ സ്ക്രൂവിൻ്റെ ഹോളിൽ നമ്മൾ വെയിറ്റ് സിമെൻറ്റ് ഇടണ സമയത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ആകുമ്പോൾ ഞാനതപ്പോൾ തന്നെ പറയണത് ഇതല്ലേ, നമ്മൾ പോയിന്റുകളൊക്കെ നമ്മൾ 4 പുറം വെയിറ്റ് സിമെൻറ്റ് ഇട്ട് കൊടുക്കും. വെയിറ്റ് സിമെൻറ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ ചെറിയ വെള്ളം ലീക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓടിട്ടാലും മതി, അതിൻ്റെ ഉള്ളിൽ കൂടി ടൈൽസിനുള്ളിൽ കൂടി ഇറങ്ങിയിട്ട് ബാക്കിൽ ലീക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് എവിടുന്ന് വരുന്നതെന്ന് അറിയില്ല, വെള്ളം ലീക്ക് എവിടുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഈ ടാപ്പിൽ നമ്മൾ ത്രെഡ് സീൽ ചുറ്റാൻ കമ്മിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വെള്ളം ഉറ്റി ഇങ്ങനെ പോകും. ഇത് ഷവർ കോർക്കിൻ്റെതാണ്. ഇത് നമ്മളെ ഷവറിൻ്റെ സ്റ്റീലിൻ്റെ ഇതിടാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളതാണ്. ടാപ്പിൻ്റെ പോയിന്റുകളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വെയിറ്റ് സിമെൻറ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടാപ്പിൻ്റെ പോയിന്റ് ചെറിയൊരു ലീക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ടൈൽസിനുള്ളിൽ കൂടെ ഇറങ്ങിയിട്ട് ചുമര് ബാക്ക് ചുമര് ഫുള്ള് ലീക്കായി, നമുക്കിത് എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ക്ലോസറ്റ് ലീക്കും കാര്യങ്ങളൊന്നുമില്ല, വെള്ളം ഒഴിച്ചിട്ട് ചെക്ക് ചെയ്താണ്, കുഴപ്പമൊന്നുമില്ല. ബുഷൊക്കെ കാര്യങ്ങൾ കറക്റ്റാണ്. നമുക്ക് ബാക്കി പണികളും കൂടി ഉണ്ട്. അതല്ല ഷവർ കുറുക്കിൻ്റെ നമ്മളെ സ്റ്റീലിൻ്റെ സാധനം വെച്ചിട്ടുണ്ട്.
അത് വെച്ചാൽ അതിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ ഗ്യാപ്പാണ്, ഫുള്ളായിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ടൈൽസിൻ്റെ ഒപ്പം നമ്മൾ വെയിറ്റ് സിമെൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അത് പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടാവും. നമുക്ക് ഈ വാഷ് ബേസ് എടുത്തിട്ടാണ് നമുക്ക് അപ്പുറത്തേക്ക് ഫിറ്റ് ചെയ്യാനുള്ളത്. ഇതിപ്പോൾ അവിടെ ഹാളിൽ അവർ യൂസ് ചെയ്യുന്ന ചെറിയൊരു വാഷ് ബേസാണ്, ഇതെടുത്തിട്ട് നമുക്ക് അവിടേക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ സോപ്പ് ഡിഷ്, ടവൽ റാഡ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആംഗിൾ വാൾവ്, ടാപ്പുകൾ, ഹെൽത്ത് പോസ്റ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. വാഷ് ബേസും അവിടുത്തെ കൊടുത്തിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ക്ലോസറ്റ് വെയിറ്റ് സിമെൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ബാക്കിലെ ക്ലോസറ്റിൻ്റെ ബാക്കത്തെ ഹോള് നമ്മൾ വെയിറ്റ് സിമെൻറ്റ് ഇട്ട് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്മെല്ല് വരും അതിലൂടെ. ഈ പൈപ്പിൻ്റെ കൂടി ചെറിയ ഗ്യാപ്പ് എങ്ങാനും ഉണ്ടെങ്കിൽ, അത് ബുഷ് കറക്റ്റ് ടൈറ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. ടൈറ്റിൽ ഇരിക്കണില്ല എന്നുണ്ടെച്ചെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിലൂടെ സ്മെല്ല് വന്നിട്ട് ബാത്റൂമിൻ്റെ ഉള്ളിൽ ഫുൾ ടൈം സ്മെല്ലുണ്ട്. നമുക്ക് ഇതിലൂടെ വരുന്നതെന്ന് അറിയില്ല തുളക. അപ്പോൾ അതും കൂടി നമ്മൾ വെയിറ്റ് സിമെൻറ്റ് ഇട്ട് അടക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. ഇത് ഇവിടെ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വെള്ളം തുറന്ന് വെള്ളം ചെക്ക് ചെയ്യാണ്. വെള്ളം നമ്മൾ ആദ്യം തന്നെ തുറന്ന് കാണേണ്ട ആവശ്യം വന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മളിത് കൺസീൽ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ വെള്ളം ലോഡാക്കിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മളിത് ഓട്ടിപ്പിളൊക്കെ ഊരിയിട്ട് ഫുള്ള് വെള്ളം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അത് കാരണം ആ ഒരു പ്രശ്നമല്ല. ഷവറിലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളം വരുന്നുണ്ട്. ചെറിയ വീടാണ്, അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മുകളിൽ തന്നെയാണ് ടാങ്ക് ഇരിക്കുന്നത്, ചിമ്മിൻ്റെ മുകളിൽ. ചിമ്മിന് വലിയ ഹൈറ്റൊന്നും ഇല്ല, ഓടുകൂടാണ്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളം കാര്യങ്ങളൊക്കെ സ്പീഡുണ്ട്. ടാപ്പിലൊക്കെ അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. ഷവറിൽ ഒരു പാകത്തെ സ്പീഡ് ഷവറിലുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ഔട്ടർ ഫാനായിരുന്നു. അത് ജനൽ തന്നെ വരുന്നതാണ്, അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസ് നമുക്ക് ഒന്ന് ക്ലീൻ ആക്കാണ്ട്, അത് അവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ഈ സ്വിച്ച് ബോർഡ് മാറ്റാനാണ്. ഇതും കൂടി മാറ്റി കൊടുത്ത് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ പോണത്. ഒന്നുമില്ല, ബാത്റൂമിൻ്റെ പോയിൻ്റ് ഉണ്ട്, ഔട്ടർ ഫാൻ്റെ പോയിൻ്റ് ഇപ്പോൾ നമ്മൾ അഡീഷണൽ വലിച്ചിക്കണം. അപ്പോൾ ആ ഒരു സ്വിച്ചും കൂടി അധികം വരും. പിന്നെ വാഷ് ബേസ് അവിടെ ഹാളിൽ ചെറിയൊരു വാഷ് ബേസ് വരുന്നുണ്ട്. ഇവിടെ ഈ സൈഡിൽ ഇപ്പുറത്തൊരു കട്ടിങ് ഉണ്ട് സ്വിച്ച് ബോർഡിൻ്റെ അവിടെ. സ്വിച്ച് ബോർഡ് ഇപ്പോൾ സ്വിച്ച് മാറ്റിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇപ്പുറത്ത് എന്താ ഈ കട്ടിങ്ങിൽ ഒരു വയർ തൂങ്ങുന്ന വാഷ് ബേസ് വരും, ഒരു ക്യാബിൻ വാഷ് ബേസ് വെക്കുന്നത് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വയർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ പാടെ 4 സ്വിച്ച് ഉണ്ട്, പ്ലഗിൻ്റെ അടക്കം. 3 ലൈറ്റ് പോയിൻ്റ്, ഒന്ന് ബാത്റൂമിൻ്റെ ലൈറ്റും, ഒന്ന് ഔട്ടർ ഫാനും, ഒന്ന് വാഷ് ബേസിൻ്റെ ലൈറ്റും. അങ്ങനെ 3 ലൈറ്റും സ്വിച്ചും പ്ലഗാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളങ്കാലിയാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ എടുക്കുന്ന വർക്കും കാര്യങ്ങളാണ്. അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ശരി എന്നാൽ.